25-26 ബജറ്റ് കണക്കുകൾ പ്രകാരം കേരളത്തിന്റെ ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയാണ്. ഇത് സ്റ്റേറ്റിന്റെ GSTPയുടെ 35.5%. ഇപ്പൊ ഈ കടം കണക്കാക്കുന്നത്, കടത്തിന് പരിധിയുള്ളത് കൊണ്ട് കടം കണക്കാക്കുന്നത് സ്റ്റേറ്റ് GDPയുടെ GSTPയുടെ എത്ര ശതമാനം വരുമെന്നാണ്. 35.5% കടം വരുന്നത്. അതായത് 18 പ്രധാന സംസ്ഥാനങ്ങളുടെയാണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത്. അത് ദേശീയ ശരാശരി 29.2 ഈ 18 സംസ്ഥാനങ്ങളുടെ ശരാശരി 28.81. അപ്പൊ കേരളത്തിൻ്റെത് 35.5%. ഉയർന്ന തോതിലാണ് ഈ കടവും GSTPയും തമ്മിലുള്ള റേഷ്യോ. പലിശ, സംസ്ഥാനത്തിന്റെ പലിശ ചെലവ് വരുമാന ചെലവിന്റെ മൊത്തമുള്ള വരുമാനത്തിന്റെ നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിന്റെ 17.73% വരും. ദേശീയ ശരാശരി 11.99%. ഭയങ്കര വലിയ തുക പലിശ എടുത്തിരിക്കുന്നത്, വലിയ പലിശയ്ക്കൊക്കെ എടുത്തിരിക്കുന്നതുകൊണ്ട് പലിശ മൊത്തം എക്സ്പെൻഡിച്ചറിന്റെ 17.73% പലിശയ്ക്ക് വേണ്ടിയിട്ട് പോവാണ്. വികസന ചെലവ് ആകെ ചെലവിന്റെ 39.9% മാത്രമാണ് ആകെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ദേശീയ ശരാശരി 63.5. വ്യത്യാസം മനസ്സിലായ കേരളത്തിന്റെ? അപ്പൊ കൂടുതൽ പൈസ ചെലവാക്കുന്നത് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിനാണ്. പലിശ, ശമ്പളം, അത് മനസ്സിലായ, പെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. മറ്റത് നേരെ 39.9 നമ്മുടെ ആവുമ്പോൾ 63.5 അവര് വികസന കാര്യങ്ങൾക്ക് ചെലവാക്കുന്നത്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, മൂലധന ചെലവ്. അത് മൊത്തം GSTPയുടെ 1.34% മാത്രമാണ്. ദേശീയ ശരാശരി 3.2, സംസ്ഥാനങ്ങളുടെ ശരാശരി 3.09. അതായത് കടം എടുക്കുന്നത് മൂലധന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനല്ല വിനിയോഗിക്കുന്നത്. മൊത്തത്തിന്റെ ഒരു 1.34% മാത്രമേ വരുന്നുള്ളൂ. 35,000 കോടി രൂപയുടെ പ്ലാനാണ് ഇപ്പൊ നിലവിലുള്ള പ്ലാൻ. അതിനാണ് ഞങ്ങൾ ഗവൺമെന്റ് ഓൾട്ടർനേറ്റീവ് മെമ്മോറാണ്ടം കൊണ്ടുവന്ന് ബജറ്റ് കൊണ്ടുവരുന്നത്. ഇതിൽ 20,500 കോടി ഇപ്പൊ ഇല്ല. 15,000 കോടിയെ ബാക്കിയുള്ളൂ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ തെറ്റായ കണക്കാണ്. പ്ലാൻ അങ്ങനെ ഒരിക്കലും കൂട്ടാൻ പാടില്ല. അതായത് അവരുടെ ഒരു കണക്ക് 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 55,000 കോടി രൂപ 5 കൊല്ലമായി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടി. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന 16ാം ധനകാര്യ കമ്മീഷനും അതുപോലെ ഗ്രാന്റ് തരും. ആദ്യത്തെ വർഷം 14,137 കോടി രൂപ കിട്ടും എന്ന് പ്ലാനിൽ എഴുതി വെച്ചു. അത് കിട്ടിയേക്കാം എന്നാണ് സംഭവം. പക്ഷെ 16ാം ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്തു? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തലാക്കി. അപ്പൊ പ്ലാനിലെ 14,137.69 കോടി ഇല്ല. മനസ്സിലാക്കണം. 2, 16ാം ധനകാര്യ കമ്മീഷൻ 15 ധനകാര്യ കമ്മീഷൻ നമുക്ക് തന്നിരുന്നത് 1.92% ഡെവല്യൂഷൻ, നികുതി വിഹിതം. അപ്പോ കഴിഞ്ഞ ഗവൺമെന്റ് കണക്ക് കൂട്ടി അത് 2.8 കിട്ടുമെന്ന്. ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ കിട്ടിയപ്പോ 2.38 കിട്ടിയുള്ളൂ. അതിൽ നഷ്ടം 5,758.93 കോടിയാണ്. ഇതിന് പുറമെ മറ്റേ ഗ്രാന്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഗ്രാന്റ് കിട്ടാത്തത് 603 കോടി. അപ്പൊ 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. ഒരു ഗവൺമെന്റും കേരള ചരിത്രത്തിൽ ഇതുവരെ ഫേസ് ചെയ്യാത്ത ഗുരുതരമായ സിറ്റുവേഷനാണ് നമ്മൾ. പ്ലാനിന്റെ 35,000 കോടിയിൽ ഇവര് പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് വെച്ച 20,500 കോടി ഇല്ല. ഇതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. ഒരു ഗവൺമെന്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല. കിട്ടിയേക്കാം, കിട്ടും എന്നെല്ലാം പറഞ്ഞ് പ്ലാൻ ഉണ്ടാക്കാമോ? അങ്ങനെ ഉണ്ടാക്കിയ പ്ലാനാണ്. നോക്കിക്കോ, ഷെയർ ഓഫ് സെൻട്രൽ ടാക്സസിൽ ആ ഷോർട്ട് ഫോള് 2.8 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് 2.3 കിട്ടിക്കഴിഞ്ഞപ്പോൾ 3 to 8 കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ 14,137 രൂപ ടോട്ടലാണ്. 20,500 ഞാൻ പറഞ്ഞതിന്റെ സ്പ്ലിറ്റപ്പാണ്. അടുത്ത് അപ്പൊ പിന്നെ അതുകൂടാതെ സർക്കാർ അടിച്ചേൽപ്പിച്ച അധിക ബാധ്യത, പോയ സർക്കാർ അടിച്ചേൽപ്പിച്ച അധിക ബാധ്യത
ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉള്ള DA/DR കുടിശ്ശിക. DA ജീവനക്കാർക്കും, DR പെൻഷൻകാർക്കും. സപ്ലൈകോ, കാരുണ്യ ഇൻഷുറൻസ് കോൺട്രാക്ടർമാർക്ക്, പിന്നെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ, SC/ST കുടിശ്ശിക, ലോക്കൽ ബോഡിക്ക് അടക്കം 48,733 കോടി രൂപ. ഇതിൽ 21,690 കോടി രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം. ഇതിന് കൂടാതെ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ശമ്പള കമ്മീഷന്റെ കാലാവധി പൂർത്തിയായി അവരുടെ റിപ്പോർട്ട് കൊടുത്ത് അതിന്മേൽ നടപടി ആ ഗവൺമെന്റ് എടുക്കണമായിരുന്നു. അത് മനഃപൂർവ്വം പേ കമ്മീഷൻ വെക്കാതെ അവസാന സമയത്ത് പേ കമ്മീഷൻ വെച്ച് ഈ ഗവൺമെന്റ് വരുമ്പോൾ പേ കമ്മീഷൻ റിപ്പോർട്ട് തന്ന് ഗുരുതരമായ ബാധ്യത ഒരു ഗവൺമെന്റിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഗവൺമെന്റിന് ഉണ്ടാക്കി വെക്കും വേറെ.